നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ അപര്യാപ്തത മൂലം ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടു. ഹൃദയാഘാതത്തെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെത്തിച്ച 36-കാരൻ അടിയന്തര ചികിത്സാ സൗകര്യം ലഭ്യമല്ലാത്തതിനാൽ കട്ടപ്പനയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണമടഞ്ഞത്. താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നതിനാൽ അടിസ്ഥാന ചികിത്സാ സൗകര്യങ്ങൾ പോലും ഇല്ലാത്തത് നിരവധി മരണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ അപര്യാപ്തത മൂലം ഒരു ജീവൻ കൂടി നഷ്ടമായി. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച 36-കാരനായ നെടുങ്കണ്ടം കപ്പക്കാലയിൽ നൌഫലിനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് നൌഫലിനെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നിട്ടും ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതിനാൽ ഇയാളെ കട്ടപ്പനയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. എന്നാൽ കട്ടപ്പനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു. ഹൃദയാഘാതത്തിനുള്ള പ്രാഥമിക ചികിത്സകൾ പോലും താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമായിരുന്നില്ല. ആംബുലൻസ് സൗകര്യം ഇല്ലാതിരുന്നതിനാൽ സ്വകാര്യ വാഹനത്തിലാണ് നൌഫലിനെ കട്ടപ്പനയിലേക്ക് കൊണ്ടുപോയത്. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ നിരവധി മരണങ്ങൾ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ചിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ചികിത്സ വേണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് തേനി മെഡിക്കൽ കോളേജിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ പോകേണ്ട അവസ്ഥയിലാണ് നെടുങ്കണ്ടം മേഖലയിലെ രോഗികൾ. ഇല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ടതായും വരുന്നു. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന ഭരണാധികാരികൾ കൊട്ടിഘോഷിക്കുന്ന സാഹചര്യത്തിൽ താലൂക്ക് ആശുപത്രികളിൽ പോലും മതിയായ ചികിത്സാ സൗകര്യം ഇല്ല എന്നത് വ്യക്തമാണെന്ന് KPCC സെക്രട്ടറി MN ഗോപി കുറ്റപ്പെടുത്തി. അടിയന്തര ചികിത്സ കിട്ടാതെ നെടുങ്കണ്ടത്ത് ഇന്നലെ 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ നാട്ടിൽ ചികിത്സാ സൗകര്യം എത്ര ദുർബലമാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. നെടുങ്കണ്ടത്ത് CPR പോലും ലഭ്യമാകാതെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന വഴിക്കാണ് ചെറുപ്പക്കാരൻ മരണം സംഭവിച്ചത്. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ ഇന്ന് ചികിത്സാ രംഗം വലിയ അപകടകരമായ അവസ്ഥയാണ് നേരിടുന്നത്. അടിയന്തര ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കേണ്ട യാതൊരുവിധ സംവിധാനവും ഈ ജില്ലയിലില്ല. താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളാകെ അവതാളത്തിലാണ്. ഇത് നിർമ്മാണം ആരംഭിച്ചിട്ട്, പുതിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ നിർമ്മാണം ആരംഭിച്ചിട്ട് വർഷങ്ങൾ കഴിയുക. ഇപ്പോൾ അത് നിലച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി ചികിത്സാ രംഗത്ത് ഹൈറേഞ്ച് മേഖലയിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് അടിയന്തരമായ ഇടപെടലുകൾ ഗവൺമെന്റ് തലത്തിൽ നിന്നുണ്ടാകണം. അല്ലെങ്കിൽ ഇതുപോലുള്ള നൌഫൽമാരുടെ മരണം വ്യാപകമാകുന്ന സാഹചര്യം ഉണ്ടാകും. 8 വർഷമായി തുടരുന്ന താലൂക്ക് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം ഇനിയും എങ്ങും എത്തിയിട്ടില്ല. പരിമിതമായ സൗകര്യങ്ങളാണ് നിലവിൽ ഇവിടെയുള്ളത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.